ആ ബൈക്കുകൾ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ച് ലാസ്റ്റ് ഒരു ജീപ്പാക്കിയാണ് മാറ്റിയിരിക്കുകയാണെന്ന് പറയാം അല്ലേ? നമ്മളൊരാൾ നിൽക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ. അല്ലാണ്ട് വണ്ടി മാത്രം കാണിക്കുമ്പോൾ ശരിക്കൊരു ജീപ്പിന്റെ ആ ഒരു വലിപ്പമൊക്കെ ആയിട്ട് തോന്നുക. പക്ഷെ ഒരാൾ നിൽക്കുമ്പോഴാ ഇത്ര ഉള്ളൂ. ഇല്ല സുഹൃത്തുക്കളെ, ഒരു ജീപ്പ് വരുന്നതാണ്ടാ. ആ ജീപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ ആ ഒരു ഒറിജിനൽ ജീപ്പല്ല എന്ന് ആരെങ്കിലും പറയോ? ഏത് കയറ്റവും ഏത് കുത്തനുള്ള കുത്തനുള്ള കാറ്റാട്ടാ. അപ്പൊ ശരിക്കും നമ്മൾ ആ ജീപ്പ് ഇവിടുന്ന് നോക്കുമ്പോ അത്യാവശ്യത്തിന് നല്ല ഹൈറ്റുള്ള മാതിരിയൊക്കെ തോന്നുക. പക്ഷെ ഇതൊരു മിനിയേച്ചർ രൂപത്തിലുള്ള ഒരു ജീപ്പാണ്. ഇതങ്ങോട്ട് നിർമ്മിച്ചിരിക്കാന്ന് പറയില്ലേ? ഒന്ന് ഇറങ്ങാട്ടാ, ജീപ്പ് ഒന്ന് കാണാം നമുക്ക്. 2 വർഷം മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു മിനിയേച്ചർ ജീപ്പിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ബ്ലൂ കളറായിരുന്നു. പക്ഷെ അതിനേക്കാൾ വെല്ലുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒറിജിനലിനേക്കാൾ വെല്ലുന്ന രൂപത്തിൽ ഇതാ മറ്റൊരു ജീപ്പ് അങ്ങോട്ട് നിർമ്മിച്ചിരിക്കുകയാണ് അല്ലേ? പേരൊന്ന് പറഞ്ഞു കൊടുക്കാം. സെക്യൂർ എന്നാണ്. ഗൾഫിലൊക്കെ ഒന്ന് പോയി വന്നല്ലേ? വന്ന് ലീവിന് വന്നപ്പോ വീണ്ടും ഉണ്ടാക്കിയേക്കാണ്. ആണ്. ഇത് എന്തിന്റെ എഞ്ചിനാണിത്? ഇത് R15 യമഹയുടെ അല്ലേ? ഓക്കെ, ആ എഞ്ചിന് നമുക്ക് തുറന്ന് കാണിച്ചു കൊടുത്താലോ? ആദ്യം നമുക്ക് വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം. വണ്ടിയുടെ ചുറ്റുഭാഗം ഒന്ന് നടന്ന് കാണിച്ചു കൊടുക്കാം. അതായത് ഒരു ജീപ്പ് നമ്മളോട് ഷോറൂമിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ലുക്കിൽ തന്നെ, അതേ രൂപത്തിൽ തന്നെ അല്ലേ? ഒരു കുറവും വരുത്തിയിട്ടില്ല, ഒരു കുറവില്ല. അതായത് ഒരു ജീപ്പിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഓരോ കയറ്റങ്ങളൊക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചു തരുന്നപ്പോ ഏത് കുത്തിലുള്ള കയറ്റം കയറും. എത്ര ഗിയറുണ്ട് പറഞ്ഞേ? 11 ഗിയർ. സാധാരണ ജീപ്പുകൾക്ക് എത്ര ഗിയർ ഉണ്ട്? 3 ഗിയർ. ഇപ്പൊ എന്റെ ഒരു 2 വീലർ 3 ഗിയർ, 5 ഗിയർ, 4 ഗിയർ മാക്സിമം. ഈ കാന്റാണ് ഈ പറമ്പിട്ടാ ആള് പേരെന്ന് പറയാ. നിങ്ങൾ പറഞ്ഞിട്ട് ഇറക്കേണ്ടത് 4 വീൽ ഡ്രൈവ് വണ്ടി മാത്രമേ ഇറക്കുള്ളൂ കയറുള്ളൂ അല്ലേ? ഇപ്പൊ എന്ത് മതി നിങ്ങൾ വന്നിട്ട് ഇറക്കപ്പിന്നോട് പറയണേ അത് കയറുന്നില്ല കേട്ടോ. കാരണം ഇത് 4 വീൽ ഡ്രൈവ് തന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിട്ട് കയറില്ല. വണ്ടി ഞങ്ങൾ കയറ്റിട്ടുണ്ട് വലിയ മുട്ടിയിട്ട്. നിങ്ങൾ പറഞ്ഞു അത് കയറ്റി കഴിഞ്ഞപ്പോ എന്നോട് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല ഇനിയും ആള് കയറിയാൽ മതി. അതല്ലേ? മറ്റുള്ളതൊക്കെ വണ്ടികളിൽ നിന്നൊക്കെ ആളിറങ്ങാൻ പറയും. ആള് കയറാൻ ലോഡ് വേണം. 4 വീൽ ഡ്രൈവ് വണ്ടികൾ കയറാത്ത കയറ്റം പോലും നിങ്ങളുടെ ഈ വണ്ടി കയറും. ഒരു സംശയവും ടെസ്റ്റ് ചെയ്യാം, ആർക്കും ടെസ്റ്റ് ചെയ്യാന്ന് അല്ലേ? ഓക്കെ. അപ്പൊ ശരിക്കും നമ്മള് മെക്കാനിക്ക് പഠിച്ചിട്ടുണ്ടോ? സ്വന്തം പഠിച്ച തന്നെയാണ്. എഞ്ചിൻ യമഹയുടെ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഈ ബോഡിക്കുള്ള ആ ഒരു ഷീറ്റൊക്കെ ശരിക്കും എന്തിന്? ബോഡി ഇത് 16 ഗേജിന്റെ ജപ്പാൻ ഷീറ്റ് ഇല്ലേ? തുരുമ്പൊന്നും പെട്ടെന്ന് പിടിക്കാത്ത നല്ല ലൈഫ് ഇട്ട്. ഇപ്പൊ ഫസ്റ്റ് ഉണ്ടാക്കിയ വണ്ടി ഇതേ ഷീറ്റ്. അപ്പൊ 9 വർഷമായി ഒരു തുരുമ്പ് കണ്ടിട്ടില്ല. ഒരു തുരുമ്പില്ല. നമ്മളൊരാൾ നിൽക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവട്ടോ. അല്ലാണ്ട് വണ്ടി മാത്രം കാണിക്കുമ്പോൾ ശരിക്കും ഒരു ജീപ്പിന്റെ ആ ഒരു വലിപ്പൊക്കെ ആയിട്ട് തോന്നാ. പക്ഷെ ഒരാൾ നിൽക്കുമ്പോഴാ ഇത്ര ഉള്ളു. നിങ്ങൾ ഹൈറ്റ് ഇല്ല ഹൈറ്റ് ഇല്ല. അത് കുട്ടോക്ക് അടിപൊളി. അപ്പൊ ഇതിൽ കയറി കഴിഞ്ഞാലും അത്യാവശ്യം കുട്ടോക്ക് സ്പേസ് ഒക്കെ ഉണ്ട്. മറ്റേ ഇത്ര സ്പേസ് ഇല്ല, ഇപ്പൊ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ടല്ലേ? ആണ് ആടാ, സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് പോവാം. ഇതൊക്കെ മാതിരി അല്ലേ? ജീപ്പ് എന്താണോ അതേ രൂപത്തിൽ തന്നെ, ശബ്ദം മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പൊ അതേമാതിരി അടക്കാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ജീപ്പിലൊക്കെ പോലെ തന്നെ സീറ്റ് ഇതാ ഇങ്ങനെ മടക്കാനും ഒക്കെ പറ്റും. പണ്ട് കല്യാണങ്ങൾക്കൊക്കെ പണ്ട് കാലത്ത് നമ്മളൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതേമാതിരി ഒക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിലാക്കി വെക്കാം. ഈ ഭാഗം നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്നാട്ടോ. അതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇക്ക അങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. ഇക്കേണ്ടതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇതേമാതിരി നമുക്ക് ചെയ്തു വെക്കാം അല്ലേ? ഒരു തുള്ളി വെള്ളം ഇനി ഉള്ളിൽ കയറില്ല അല്ലേ? ആണ്. പക്ഷെ അത് റോട്ടിലിറങ്ങാൻ പറ്റില്ല കേട്ടോ. അത് വേറെ കാര്യമുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു വേറൊരു ജീപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ഇറക്കിക്കോളാൻ പറയും. രണ്ടും കൂടി ടെസ്റ്റ് നടത്തിയാ അല്ലേ? ആണെന്ന്. അപ്പൊ നമ്മളിതാ ജീപ്പിന്റെ ഉൾഭാഗം കാണാൻ പോവാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 11 ഗിയർ അല്ലേ? അതായത് ഇതിലിപ്പോ കാണുന്നത് 5 ഗിയർ, പിന്നെ അതിൽ 6 ഗിയർ ഉണ്ട്. അതെങ്ങനെ ഇടുക? ഇതിങ്ങനെ വലിക്കലാണ്. അതല്ലേ? സ്പ്രിംഗ് ഇട് വലിച്ചു വിട്ടാണ് അങ്ങോട്ട് പോകും. ഫോൺ ചാർജ് ചെയ്യാതെ നടക്കണ്ടല്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്. ഏത് കുട്ടിയാക്കും ഒറ്റ വിരലോട് പ്രസ് ചെയ്താലും ക്ലച്ചായി. ബ്രേക്ക് അതേപോലെ ജസ്റ്റ് ഒന്ന് കാല് വെച്ചാൽ മതി. ബ്രേക്ക് പോയി. ആക്സിഡന്റ് ഇതേപോലെ അത്രയും സ്മൂത്ത് ആണ്. തൊട്ടാ മതി അല്ലേ? നമ്മളെ മന്ത്രി ഗണേഷ് കുമാർ സാർ ഇത് കാണുകയാണെങ്കിൽ പ്രത്യേകം ഒന്ന് പരിഗണിക്കണം. അതായത് നമുക്ക് നമ്പർ പ്ലേറ്റ് തരണമെന്ന് അല്ലേ? ആണെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എഞ്ചിൻ റൂം അല്ലേ? ഇത് ശരിക്കും പെട്രോൾ ടാങ്ക്. ഇത് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് തന്നെയാണോ? ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇതേമാതിരി ഒരു ഗ്യാപ്പില്ലാതെ വെച്ചിരിക്കുന്നത്? എനിക്ക് ആണല്ലേ? ടച്ച് ചെയ്യാൻ പാടില്ല, വൈബ്രേഷൻ ചെയ്യും. അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല, വൈബ്രേഷൻ ചെയ്യും. അത്രയും നോക്കിയിട്ട് ടാങ്ക് ഇതിന്റെ മുകളിലെ വണ്ടിക്കൊക്കെ വരിക സാധാരണ. ഏത് ബൈക്കിന്റെ ഹെഡിന് നേരെ മുകളിൽ. കുറച്ച് ലോങ്ങിൽ വെച്ചാണ്. അതല്ലേ? ECM ഉണ്ട്, പീസ് ബോർഡ് ഉണ്ട്. ഓരോ സെക്ഷനും ഞാൻ പീസ് ആയിട്ട് കൊടുത്തത്. ഒന്ന് ഷോർട്ട് ആയിട്ടുള്ള ഏരിയ മൊത്തം കട്ടായി പോകരുത്. ഓരോ സെക്ഷൻ ഇതുപോലെ
നമ്മൾ 6 പീസ് ഉണ്ട്. ഇതിലുണ്ട് അതേപോലെ 12 പീസ് ഉണ്ട്. മൊത്തത്തിലുണ്ട്. ഇത് ശരിക്കും നമ്മൾ ആ ഒരു ബൈക്കിന്റെ മുകളിൽ, അതായത് യമഹയുടെ മുകളിൽ വരിക, ശരിക്കും ഈ ടാങ്ക് ഇതിന്റെ മുകളിൽ വരിക. അപ്പൊ ആ ബൈക്കിന്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ റേഡിയേറ്റർ നമ്മൾ എക്സ്ട്രാ വെച്ചാണോ? റേഡിയേറ്റർ ഇവിടെ ഫ്രണ്ടേജിൽ ഞാൻ അങ്ങോട്ട് നീക്കുക. 1 സെന്റ് ഗ്യാപ്പ് ഉള്ളൂ. 1 സെന്റില് ജസ്റ്റ് കൂടിയ ടാങ്ക് കയറൂല. അത്രയും നോക്കിയിട്ട് കുറെ തവണ കയറ്റി ഇറക്കി ഫിക്സ് ചെയ്താണ്. അങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. 3 വോൾട്ട് വരെ ഇഞ്ചൻ കിട്ടും. ക്രീസ് അടിക്കുന്ന ആ ഒരു ഭാഗം പോലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ. പെട്ടെന്ന് തേയ്മാനം വന്നിട്ട് നമ്മൾ ഈ ടോയ്സ് കംപ്ലൈന്റ് ആവരുത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സംവിധാനം. ഇപ്പൊ ഈ ഹബ്ബ് മാറാം, ഡിസ്ക് ബ്രേക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഡിസ്ക് ആണ്. അതാണ് നിങ്ങൾ പറഞ്ഞത്, ഏത് മലയുടെ മുകളിൽ കൂടെ വേണമെങ്കിലും കയറ്റി കാണിക്കാന്ന് അല്ലേ? ആണ്. ബ്രേക്ക് ഡിസ്ക് ആണ്. 4 ഡിസ്ക് ബ്രേക്ക് ആണ്. പ്രത്യേകം പറയാനുള്ളത് കാറിൽ പോണ സുഖമാണ്. അതിന്റെ ആക്ഷൻ കണ്ടോ സുഹൃത്തുക്കളെ? നമ്മൾ കുന്നും മലൊക്കെ കയറി ഒരു മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിർത്തട്ടാ, ഇവിടെ നിർത്താ. ഇവിടേക്ക് ഒരു ജാതി വ്യൂട്ടാ. വ്യൂ എന്ന് പറയാല്ലേ, അമ്മ അതിലൊരു മലയുടെ മുകളിലേക്ക് എത്തിക്കണേ. ഇദ്ദേഹത്തിന്റെ പറമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവും, വലിയൊരു മലയുടെ ഏറ്റവും മുകളിൽ കയറിക്കാണ്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് സ്ഥലമാണ്. ഇദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് ഈ മലയുടെ കൂടെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ താഴ്വരയിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. അപ്പം ആ മലനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞേ അതിന്റെ മുകളിൽ നമ്മൾ പോകണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഈ വണ്ടി ആയിട്ടോണത്. നിങ്ങൾ ചോദിച്ച മാതിരി തന്നെ. അപ്പോൾ 4 വീൽ ഡ്രൈവ് വണ്ടികളൊക്കെ പോവാത്ത വഴി കൂടെ ഒക്കെയാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെക്കാനിക്ക് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതിലേക്ക് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യാന്ന്? ചെറുപ്പം മുതലേ വണ്ടിയോട് ഭയങ്കര ക്രൈസാണ്. ലോറി, ജീപ്പ്, കാർ. അപ്പോൾ എന്റെ വണ്ടികൾ തന്നെ കംപ്ലൈന്റ് വന്ന ഒരു വിധം ഞാൻ തന്നെ ഇങ്ങനെ റിപ്പയർ ചെയ്ത് പിന്നെ ബുള്ളറ്റ് ഒരുക്കാൻ കമ്പമ്പോൾ ഒരു ബുള്ളറ്റ് വാങ്ങി ഒരു ആഴ്ച കൊണ്ട് ഇഞ്ചൻ പണിയായി. അപ്പൊ ഒരു ഇഞ്ചൻ പണി എടുക്കാൻ വേണ്ടി ഒരാളത്തോണ്ട് അവനൊന്ന് ആക്സിഡന്റ് ആയി കിടക്കുക. വേറെ ഡീസൽ ബുള്ളറ്റ് കൊടുക്കൂല. ഞാൻ തന്നെ അയക്കൽ തുടങ്ങി എന്റെ വണ്ടിയില്ലേ. ആയാലും ആരോടും പറയണ്ടല്ലോ. അങ്ങനെ ഇഞ്ചൻ പണി പഠിച്ചു. എന്തായാലും ഇനിയും ഒരുപാട് വണ്ടികളും അല്ലെങ്കിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വരട്ടെ. ഇത് കണ്ടുപിടുത്തുന്നില്ല, കാരണം കണ്ടുപിടുത്തങ്ങൾ വരട്ടെ പറയാൻ കാരണം ഇദ്ദേഹം ആർക്കും ചിന്തിക്കാത്ത രൂപത്തിലുള്ള കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. കുറച്ച് തുടക്കം വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? പെട്രോൾ ഒന്നും ഇല്ലാത്ത അത് ഒരിക്കൽ പറഞ്ഞതാണ്. അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. അതിന്റെ ഓരോ ഞാൻ കണ്ടിരുന്ന അതിന്റെ പാർട്സുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇന്ധനമില്ലാതെ നമ്മൾ വണ്ടി ഓടുന്ന പറയുന്നത്. അത് വലിയൊരു ഹെവി വണ്ടി അല്ലെങ്കിൽ ഒരു ടോയ്, ചെറിയ ടോയ് ഉണ്ടാക്കിയാൽ കാണിക്കും. ഉറപ്പാണ്, അതെന്റെ വാക്കാണ്. അതായത് ഇന്ധനമില്ലാതെ ഒരു വണ്ടി ഓടിച്ച് കാണിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ബാക്കിലാണ് കുറച്ച് ക്യാഷൊക്കെ ഇറക്കിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അദ്ദേഹം അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കാണിച്ചു തരും. എന്നാലും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം.